ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന മത്സരത്തിലും റയലിന് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. ഒന്നിനെതിരെ 2 ഗോളുകൾക്കാണ് സാന്റിയാഗോ ബെർണാബുവിൽ വെച്ചുകൊണ്ട് മാഞ്ചസ്റ്റർ സിറ്റി റയലിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യം റോഡ്രിഗോയിലൂടെ റയലാണ് ലീഡെടുത്തത്. പക്ഷേ പിന്നീട് 2 ഗോളുകൾ നേടിക്കൊണ്ട് മാഞ്ചസ്റ്റർ സിറ്റി വിജയം പിടിച്ചെടുക്കുകയായിരുന്നു. മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ റയലിന് ഒരു പെനാൽറ്റിയൊക്കെ ലഭിച്ചിരുന്നു. പക്ഷെ അത് പിന്നീട് ക്യാൻസൽ ചെയ്യപ്പെട്ടു. 28ാമത്തെ മിനിറ്റിലാണ് റോഡ്രിഗോയുടെ ഗോൾ പിറന്നത്. ബെല്ലിംഗ്ഹാമിന്റെ പാസ് വരുന്നു. അത് നല്ല രൂപത്തിൽ ഫിനിഷ് ചെയ്യാൻ റോഡ്രിഗോക്ക് സാധിച്ചു. ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് റോഡ്രിഗോ ഇപ്പോൾ ഗോൾ കണ്ടെത്തിയത്. പക്ഷേ 35ാമത്തെ മിനിറ്റിൽ നിക്കോ ഓറീലി മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി തിരിച്ചടിച്ചു. അതായത് കോർണർ കിക്ക് വരുന്നു. അതിൽ നിന്ന് ഗാർഡിയോൾ ഒരു ഗോൾ ശ്രമം നടത്തുന്നു. അത് കോർട്ടുവ തടഞ്ഞിടുന്നു. റീബൗണ്ട് ലഭിച്ച നിക്കോ അത് ഗോളാക്കി മാറ്റുന്നു. അങ്ങനെയാണ് 35ാമത്തെ മിനിറ്റിൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ സമനില ഗോൾ പിറന്നത്. പിന്നീട് 43ാമത്തെ മിനിറ്റിൽ സിറ്റിക്ക് അനുകൂലമായി കൊണ്ട് ഒരു പെനാൽറ്റി ലഭിക്കുകയായിരുന്നു. അത് ഏർലിംഗ് ഹാലൻഡ് ഗോളാക്കി മാറ്റി. ഇതോടുകൂടിയാണ് 1-നെതിരെ 2 ഗോളുകളുടെ ഒരു വിജയം ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി സ്വന്തമാക്കിയിട്ടുള്ളത്. ഇനി പോയിന്റ് പട്ടികയിലേക്ക് വന്നാൽ 4ാം സ്ഥാനത്താണ് സിറ്റി ഉള്ളത്. 6 മത്സരങ്ങളിൽ നിന്ന് 13 പോയിന്റുകൾ. റയലിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ 6 മത്സരങ്ങളിൽ നിന്ന് 12 പോയിന്റുകളാണ് അവർക്കുള്ളത്. 7ാം സ്ഥാനത്താണ് നിലവിൽ റയൽ മാഡ്രിഡ് ഉള്ളത്. മത്സരത്തിൽ ബ്രസീലിയൻ താരമായ റോഡ്രിഗോ മികച്ച പ്രകടനം നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സിറ്റിയുടെ പരിശീലകനായ പെപ് ഗാർഡിയോളയും റയലിന്റെ പരിശീലകനായ സാബി അലോൺസോയും അദ്ദേഹത്തെ പ്രശംസിച്ചിട്ടുള്ളത്. പെപ്പ് അതേക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: മത്സരശേഷം ഞാൻ റോഡ്രിഗോയെ അഭിനന്ദിക്കാനാണ് അദ്ദേഹത്തിന്റെ അരികിലേക്ക് പോയത്. അദ്ദേഹം മികച്ച രീതിയിൽ കളിച്ചു എന്ന് ഞാൻ അദ്ദേഹത്തോട് തന്നെ പറഞ്ഞു. റോഡ്രിഗോ മറ്റൊരു ലെവലിൽ ഉള്ള താരമാണ്. ഇതാണ് പെപ് ഗാർഡിയോള പറഞ്ഞിട്ടുള്ളത്. ഇനി സാബി അലോൺസോ പറഞ്ഞത് ഇങ്ങനെയാണ്: റോഡ്രിഗോയുടെ കാര്യത്തിൽ ഞാൻ ഹാപ്പിയാണ്. അദ്ദേഹം നല്ല പ്രകടനമാണ് പുറത്തെടുത്തത്. ഇതാണ് സാബി അലോൺസോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും റയലിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ ഒട്ടും എളുപ്പമല്ല. അവസാനമായി കളിച്ച 9 മത്സരങ്ങളിൽ കേവലം 2 മത്സരങ്ങളിൽ മാത്രമാണ് റയലിന് വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ബാക്കിയുള്ള മത്സരങ്ങളിൽ എല്ലാം തന്നെ തോൽവികളോ അതല്ലെങ്കിൽ സമനിലകളോ അവർക്ക് വഴങ്ങേണ്ടി വന്നിട്ടുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.